സിമ്പിളായിട്ടും ഹെൽത്തി ആയിട്ടും നമുക്ക് മൊമോസ് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ ഓടി വായോ. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇറ്റ്സ് മൈ ഡ്രീംസിലോട്ട് എല്ലാവർക്കും സ്വാഗതമാണ്. ഇപ്പം ഞാനിപ്പോൾ എടുക്കുന്നത് 1 കപ്പ് അളവിൽ മൈദ, 1 കപ്പ് അളവിൽ ഗോതമ്പ് മാവ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കപ്പും ഗോതമ്പ് മാവ് എടുക്കാം, അല്ലെങ്കിൽ മൈദ എടുക്കാം. വീട്ടിലുള്ള ആളുകളുടെ എണ്ണം അനുസരിച്ച് അതായത് മാവിൻ്റെ അളവിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുത്ത്. ഞാനിപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ട് ഇത് കഴിഞ്ഞിട്ട് ആവശ്യത്തിന് ഉപ്പും ഒരല്പം വെളിച്ചെണ്ണ കേട്ടോ, എണ്ണയാണ് വീഴ്ത്തുന്നത് കേട്ടോ. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ആവശ്യത്തിന് വെള്ളമൊക്കെ ചേർത്ത് നല്ല രീതിക്ക് നമുക്ക് ഇവനെ ഒന്ന് കുഴച്ച് കൊണ്ടുവരാം. നല്ല രീതിക്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ ചപ്പാത്തി മാവിനേക്കാൾ കുറച്ചും കൂടെ ഒന്ന് ലൂസായിട്ട് വേണം നമുക്ക് ഇവനെ ഒന്ന് കിട്ടേണ്ടത്. എന്നാൽ ഒരുപാട് ലൂസ് ആവാനും പാടില്ല കേട്ടോ. അങ്ങനെ വേണം നമുക്ക് ഇവനെ റെഡിയാക്കേണ്ടത്. നമ്മൾ മൈദ മാത്രം ഉപയോഗിക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഇങ്ങനെ റബ്ബറി ആയിട്ട് വരും. നമ്മൾ ഗോതമ്പും കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് സമയം കൂടെ നമുക്ക് ഇവനെ നല്ല രീതിക്ക് മയപ്പെടുത്തി എടുക്കാനുണ്ട്. അപ്പോൾ ഇതുമാതിരി ഒന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരുന്നോട്ടെ. ഇനി നമ്മുടെ പ്രധാന താരങ്ങളാണ് ഇവരൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട താരങ്ങൾ. ക്യാബേജ് നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും നമ്മുടെ മൊമോസിൽ ഉപയോഗിക്കുന്നതാണ്. ഇത് ഞാൻ പ്രധാനമായിട്ട് എടുക്കുന്നത് സോയാബീനാണ് കേട്ടോ. സോയാബീനാണ് ഒരു 10 നല്ല തിളച്ച വെള്ളത്തിൽ സോയാബീൻ ഇട്ട് വച്ചേക്കുവാണ്. അതൊന്ന് കുതിർന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ക്യാബേജ് ഇതൊക്കെ കുനുകുനാന്ന് അരിയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ അരിയാന്നൊക്കെ പറയുമ്പോൾ നമ്മളങ്ങ് പേടിക്കരുതാരും. സംഭവം കട്ട് ചെയ്ത് കൊണ്ടുവരാം, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ 2 പച്ചമുളക്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി എടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്. ഇതും കൂടെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുനുകുനാന്ന് അരിയുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ചോപ്പർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി, അതാണ് കുറച്ചും കൂടെ ബെറ്റർ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ ഞാൻ അവിടെ സോയാബീൻ ഇട്ട് വെച്ച് നല്ലപോലെ സോഫ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി സോയാബീനെ കുക്കറിട്ട് അടിക്കുക അല്ലെങ്കിൽ സോയാബീനെ തിളപ്പിക്കുക അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ഒരു നല്ല തിളച്ച വെള്ളത്തിലോട്ട് സോയാബീൻ അങ്ങോട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നോളും. ഇതിനധികം വേവും കാര്യങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ തന്നെ നമ്മൾ ഇനിയും ഇതിലൊക്കെ ഒരുപാട് പരിപാടികൾ ഇനിയും നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ 3-4 വെള്ളത്തിൽ സോയ നല്ല രീതിക്ക് തന്നെ കഴുകി കൊണ്ടുവരാം കേട്ടോ. നല്ല രീതിക്ക് 3-4-5 വെള്ളത്തിലൊക്കെ കഴുകി കൊണ്ടുവന്നിട്ട് നല്ല പോലെ പിഴിഞ്ഞ് ഒരു മിക്സിയുടെ ജാറിൽ നമുക്കിട്ട് നല്ല രീതിക്ക് ഇതുമാതിരി ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഒരുപാട് അങ്ങ് അരഞ്ഞു പോകണ്ട. അതേസമയം നമ്മളൊരു പാൻ വെച്ച് പാനിലോട്ട് ബട്ടർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എണ്ണയാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, നെയ്യാണ് വേണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും നമ്മളത് സോയാബീനൊക്കെ തട്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് ഹൈ ഫ്ലെയിമിൽ, ഇവിടെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഇത് ഒരുപാട് അങ്ങ് അരഞ്ഞു പോയിട്ടുണ്ടോ എന്നൊക്കെ സംശയം തോന്നും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. മാക്സിമം നല്ലപോലെ പിഴിഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ പോലെ ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടാൽ മതി കേട്ടോ. വേറെ പ്രശ്നമൊന്നുമില്ല. ഹൈ ഫ്ലെയിമിൽ അങ്ങ് ഇട്ടാൽ മതി. ഇതിൽ ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ മറന്നു പോയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിലോട്ട് ഒരല്പം ബട്ടർ ഇട്ടിട്ട് നമ്മുടെ വെളുത്തുള്ളി ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. അത് ഇടാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ നൈസായിട്ട് ഞാൻ അങ്ങ് നീക്കി വെച്ചിട്ട് നമ്മുടെ വെളുത്തുള്ളി ഒന്ന് നല്ല രീതിക്ക് നല്ലൊരു ബ്രൗൺ കളർ സ്റ്റാർട്ട് ചെയ്യുന്നവരെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയിടാം. അതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മുടെ ക്യാബേജ്, പച്ചമുളക്, ഇഞ്ചി എല്ലാം കൂടെ ഇട്ട് നമുക്കിനി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോഴും ഞാൻ പറയുന്നു, തീ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്ക്. ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് അങ്ങനെ ഒരുപാടിട്ട് വേവിക്കാനും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ സ്റ്റീം ചെയ്യും, അപ്പോൾ ഒരു വേവ് വരും. അതുകൊണ്ട് ഇപ്പോഴേ ഇട്ട് ഒരുപാട് വേവിച്ച് ഇതിൻ്റെ ഗുണങ്ങളൊന്നും ഇല്ലാതാക്കി കളയരുത്. ഇപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഈ ഒരു സമയത്ത് ഉപ്പും കാര്യങ്ങളൊക്കെ നോക്കിക്കോളാം. ഇനി നമുക്ക് കുറച്ച് പൊടികൾ ഇവിടെ ചേർക്കാനുണ്ട്. കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ ഓപ്ഷണലായിട്ടൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഞാനിവിടെ ചേർക്കുന്നുണ്ട് ഒരല്പം ഗരം മസാലയാണ് കേട്ടോ. വളരെ കുറച്ച് മാത്രം ഗരം മസാല, കുറച്ചൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും തരാം. ഇനി ഇതിൽ നിങ്ങൾ ഒരുപാട് മസാലകളൊക്കെ ചേർക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ ഇത്രയും തന്നെ ധാരാളം. കുഞ്ഞുങ്ങൾക്ക് വരെ സേഫായിട്ട് നമുക്കിത് കൊടുക്കാനായിട്ട് പറ്റും. കഴിഞ്ഞു കാര്യം. ഇനി നമ്മുടെ മാവിനെ നമുക്ക് ഒന്ന് നമ്മുടെ ബാറ്റർ ഒന്ന് തണുക്കുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് തണുത്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ മാവ് എടുത്തിട്ട് ഞാനിപ്പോൾ ചെയ്യുന്ന രീതി ഞാൻ നിങ്ങൾക്ക് പറയും. ഞാൻ വലിയൊരു ബോൾ എടുത്തിട്ട് കിച്ചൺ ടോപ്പിൽ ഇട്ടിട്ട് ഇങ്ങനെ വലുതായിട്ട് തന്നെ ഞാൻ നല്ലതായിട്ട് എന്ത് ചെയ്യും, പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. മാവൊക്കെ ഇട്ടിട്ട് പരത്തിയെടുക്കുക. ഇതിൽ എനിക്കൊരു മിസ്റ്റേക്ക് വരുന്നത്, എൻ്റെ മാവ് ചെറുതായിട്ട് ലൂസായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ മാവൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ചും കൂടെ ടൈറ്റ് വേണമെന്ന് എനിക്ക് തോന്നി. പിന്നെ ഇതേ ചെറിയൊരു ബോൾ നമ്മുടെ പാത്രത്തിൻ്റെ ഇത് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഇത് ഇങ്ങനെ എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് ഇനി അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറയാം. ഇങ്ങനെ എടുക്കുക. പിന്നെ ഇതെല്ലാം കൂടെ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയും നമുക്ക് മൊമോസ് ഉണ്ടാക്കാം. ഇനി കുറച്ചും കൂടെ ട്രഡീഷണൽ, കുറച്ചും കൂടെ നന്നായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ വേറൊരു രീതിക്ക് ഇതുമാതിരി ചെയ്യാം കേട്ടോ. ഇതുമാതിരി നമുക്ക് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒരുപോലെയാണ്. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഞാൻ ചീസും കൂടെ ഇടുന്നുണ്ടായിരുന്നു, അതും ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു.
ഇതും ഓപ്ഷണലാണ്. നിങ്ങളുടെ കയ്യിൽ ചീസ് ഉണ്ടെങ്കിൽ മൊസറല്ലയോ അല്ല എന്ത് വേണോ ആയിക്കോട്ടെ അങ്ങനെയെങ്കിൽ ആഡ് ചെയ്യുക കേട്ടോ. അത് ഒന്ന് ചൂട് മാറിയതിന് ശേഷം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു അടിപൊളി ചട്നിയും കൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരല്പം കുറച്ച് മാത്രം ഒരു 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 2 ടേബിൾ സ്പൂണിൽ ഞാൻ കപ്പലണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. അതിലോട്ട് നമ്മുടെ ചതച്ച മുളകാണ് ഇടുന്നത്. ചതച്ച മുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. വറ്റൽ മുളക് ഉണ്ടാവുമല്ലോ, അത് നമ്മുടെ ബട്ടറിലിട്ട് നല്ലപോലെ രണ്ടും കൂടെ ഒന്ന് നല്ലപോലെ എന്താ പറയുക, നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്ത് കൊണ്ടുവരാം. അതിൻ്റെ കൂട്ടത്തിൽ 2 ചെറിയ ഉള്ളിയും പിന്നെ ഒരു വലിയ തക്കാളിയാണ് എടുക്കുന്നത്. അതും കൂടെ ഒന്ന് പോതിരി കൊണ്ടുവന്ന് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നല്ല ഇപ്പം തന്നെ നമ്മുടെ തക്കാളിയൊക്കെ നല്ല ചൂടുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു ചീസിൻ്റെ സ്ലൈസും കൂടെ ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് അരച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ദേ നോക്കിക്കോ, നമ്മുടെ സംഭവം എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഈ മൊമോസ് നമ്മുടെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്യുന്ന കാര്യമൊന്നും ഞാൻ കാണിച്ചിട്ടില്ല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, അതുകൊണ്ടാണ് കാണിക്കാത്തത്. ഞാൻ എൻ്റെ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ സ്റ്റീം ചെയ്തെടുത്തിട്ടുള്ളത്. കാണാൻ ഈ ഒരു വീഡിയോയ്ക്ക് വലിയ ഗെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ഉറപ്പ് പറയുന്നു 110% ഞാൻ പറയാണ് ഇത് നല്ലൊരു ഹെൽത്തിയാണ്. ആ മൈദ മാത്രമേ ചെറിയൊരു അരക്കപ്പ് മൈദ ഞാൻ ഉപയോഗിച്ചിട്ട് അത് മാത്രമേ ഉള്ളൂ അൺഹെൽത്തി ആയിട്ടുള്ളത്. ബാക്കി ഇതിൻ്റെ ചട്നി ആയിരുന്നാലും മൊമോസ് ആയിരുന്നാലും സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു ചട്നി മൊമോസ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് അടിക്കാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും